ഇന്നത്തെ ടോപ്പിക് കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് ആണ്. ക്രോസ്വേഡ് ബുക്സ് പുരസ്കാരത്തിന് അർഹനായ മലയാളി എഴുത്തുകാരൻ ആണ് എൻ പ്രഭാകരൻ. ഒരു മലയാളി ഭ്രാന്തൻ്റെ ഡയറി എന്ന പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്കാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത്. 2020 ജനുവരി 14 അന്തരിച്ച ചെസ് സംഘാടകനും ലോക ചെസ് ഫെഡറേഷൻ മുൻ വൈസ് പ്രസിഡന്റും ആയ വ്യക്തി ആണ് PT ഉമർ കോയ. കോയ സിസ്റ്റം ഓഫ് ടൈ ബ്രേക്ക് അദ്ദേഹത്തിൻ്റെ സംഭാവന ആണ്. റൗണ്ട് റോബിൻ ടൂർണമെൻറ്റുകളിൽ ഒന്നിലേറെ കളിക്കാർക്ക് ഒരേ പോയിന്റ് ലഭിച്ചാൽ ചാമ്പ്യന്മാരെ നിർണ്ണയിക്കുന്നതിനാണ് കോയ സിസ്റ്റം ഉപയോഗിക്കുന്നത്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് 1993 1998 കേരളത്തിൽ എത്തിച്ചത് അദ്ദേഹം ആണ്. താൽ ചെസ് അക്കാദമി അദ്ദേഹത്തിൻ്റെ സംഭാവന ആണ്. 1996 മുതൽ 2006 വരെയാണ് ലോക ചെസ് ഫെഡറേഷൻ ചുമതല അദ്ദേഹം വഹിച്ചത്. കേരള മോട്ടോർ വാഹന വകുപ്പിൻ്റെ വാഹന പരിശോധനയ്ക്കായുള്ള ആപ്പിൻ്റെ പേരാണ് ഇ-ചെല്ലാൻ. റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ഡോക്ടർ മൈക്കൽ ദേബബ്രത പത്ര ആണ്. ഖേലോ ഇന്ത്യ ഗെയിംസിലെ അത്ലറ്റിക്സിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് കേരളം ആണ്. കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായുള്ള കേരള പോലീസിൻ്റെ ബോധവൽക്കരണ പരിപാടിയുടെ പേരാണ് മാലാഖ. കേരള ലേബർ കമ്മീഷണർ ആയി നിയമിതനായത് പ്രണബ് ജ്യോതിനാഥ് ആണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്ലെയർ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ബെൻ സ്റ്റോക്സ് ആണ്. 2019 മികച്ച ഏകദിന താരമായി ICC തിരഞ്ഞെടുത്ത വ്യക്തിയാണ് രോഹിത് ശർമ്മ. 2019 ICCയുടെ മികച്ച ടെസ്റ്റ് ക്രിക്കറ്റ് താരമായി തിരഞ്ഞെടുത്തത് ഓസ്ട്രേലിയയുടെ പാറ്റ് കമ്മിൻസിനെ ആണ്. 2019 ICCയുടെ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് അവാർഡിന് അർഹനായത് ഇന്ത്യയുടെ വിരാട് കോഹ്ലി ആണ്. 2019 ICCയുടെ എമർജിംഗ് ഫെയർ അവാർഡിന് അർഹനായത് ഓസ്ട്രേലിയയുടെ മാർണസ് ലബുഷെയ്ൻ ആണ്. 2019 ICCയുടെ മികച്ച T20 പ്രകടനത്തിനുള്ള പുരസ്കാരത്തിന് അർഹനായത് ഇന്ത്യയുടെ ദീപക് ചാഹർ ആണ്. 2020 തുടർച്ചയായ 111 ക്ലാസിക്കൽ മത്സരങ്ങളിൽ തോൽവിയറിയാതെ റെക്കോർഡ് സൃഷ്ടിച്ച ലോക ചെസ് ചാമ്പ്യൻ ആണ് നോർവേയുടെ മാഗ്സൻ കാൾസൺ. റഷ്യയുടെ സെർഗെയ് തിവിയക്കോവിൻ്റെ റെക്കോർഡാണ് മാഗ്സൻ കാൾസൺ മറികടന്നത്. റഷ്യൻ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് മിഖായേൽ മിഷുസ്തിൻ ആണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ശില്പിയായ ജോൺ പെന്നിക്വിക്കിൻ്റെ 109ാം ജന്മദിനമായ ജനുവരി 15 തമിഴ്നാട്ടിൽ പൊതു അവധിയായി പ്രഖ്യാപിച്ചു. മനുഷ്യരെയും വഹിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ദൗത്യം ആണ് ഗഗൻയാൻ. ബ്രിട്ടീഷ് രാജ്ഞിയുടെ അഭിഭാഷകനായി ചുമതലയേറ്റത് ഹരീഷ് സാൽവെ ആണ്. GV രാജ പുരസ്കാരം നേടിയത് അത്ലറ്റ് ആയ മുഹമ്മദ് അനസും ബാഡ്മിൻ്റൺ പ്ലെയറായ PC തുളസിയും ആണ്. ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയത് പരിശീലകനായ TP ഔസേപ്പും. 2018-19 മികച്ച കായിക പരിശീലകനുള്ള അവാർഡ് നേടിയത് ഫുട്ബോൾ പരിശീലകനായ സദീവൻ ബാലനും ആണ്. സംസ്ഥാനത്തെ മുഴുവൻ ജനന-മരണ വിവാഹ വിവരങ്ങളും രേഖപ്പെടുത്തുവാൻ സർക്കാർ സജ്ജമാക്കിയിട്ടുള്ള സംവിധാനത്തിൻ്റെ പേരാണ് രജിസ്ട്രേഷൻ ക്ലോക്ക്. സംസ്ഥാന സർക്കാരിന് കീഴിലെ സിവിൽ രജിസ്ട്രേഷൻ വിഭാഗം ഒരുക്കിയിരിക്കുന്ന 1970 മുതലുള്ള ജനന-മരണ സർട്ടിഫിക്കറ്റുകളും വിവാഹ സർട്ടിഫിക്കറ്റുകളും ഓൺലൈനായി ലഭിക്കുന്നതിനായുള്ള സംവിധാനത്തിൻ്റെ പേരാണ് സേവന. കണ്ണൂരിൽ നടന്ന മിസ് സൗത്ത് ഇന്ത്യ സൗന്ദര്യ മത്സരത്തിൽ കിരീടം നേടിയത് കേരളത്തിൻ്റെ ഐശ്വര്യ സജു ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ മനുഷ്യൻ എന്ന ഗിന്നസ് ബുക്ക് റെക്കോർഡ് രേഖപ്പെടുത്തിയ വ്യക്തിയായ ഖഗേന്ദ്ര ദാപ്പ ജനുവരിയിൽ അന്തരിച്ചു. വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്ത് ആണ്. ഓസ്ട്രേലിയൻ പരമോന്നത
സൈനികേതര ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി നേടിയത് ബയോകോൺ സ്ഥാപക ചെയർപേഴ്സണും മാനേജിംഗ് ഡയറക്ടറും ആയ കിരൺ മംജുദാർ ഷാ ആണ്. ഇതിനു മുൻപ് ഈ അവാർഡ് നേടിയിട്ടുള്ളവർ 1982 മദർ തെരേസയും 2006 മുൻ അറ്റോർണി ജനറൽ ആയ സോളി സൊറാബ്ജിയും 2012 ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറും ആണ്. പ്രാദേശിക തലത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഏകോപന ചുമതല വഹിക്കുന്നത് തദ്ദേശ വകുപ്പ് ആണ്. കേരള പോലീസിൻ്റെ ഇന്ത്യൻ കോടതികളിൽ ഇലക്ട്രോണിക് തെളിവുകൾ സമർപ്പിക്കുന്ന പോലീസ് ഓഫീസർമാർക്കുള്ള മാർഗരേഖ എന്ന പ്രബന്ധത്തിന് ദേശീയ തലത്തിൽ അംഗീകാരം നേടിക്കൊടുത്തു. നാസയുടെ യാത്രികരെ 2020 ബഹിരാകാശത്തെത്തിക്കുന്ന വാഹനം ആണ് സ്പേസ് എക്സ്. രാജ്യത്തെ രണ്ടാമത്തെ സ്വകാര്യ തീവണ്ടി ആണ് അഹമ്മദാബാദ് മുംബൈ തേജസ് എക്സ്പ്രസ്. ആദ്യ സ്വകാര്യ തീവണ്ടി ഡൽഹിയിൽ നിന്ന് ലക്നൌവിലേക്കാണ് ഓടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഫുട്ബോൾ ക്ലബ്ബ് കൊൽക്കത്ത മോഹൻ ബഗാൻ ഇന്ത്യ സൂപ്പർ ലീഗ് ക്ലബ്ബ് എന്നിവ ATK കൊൽക്കത്തയിൽ ലയിച്ചു. ATK മോഹൻ ബഗാൻ എന്ന പേരിലാകും ഇനി ക്ലബ്ബ് അറിയപ്പെടുന്നത്. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം 3 നഗരങ്ങളിൽ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റ്, രാജ്ഭവൻ, മുഖ്യമന്ത്രിയുടെ കാര്യാലയം, വകുപ്പ് തലവന്മാരുടെ കാര്യാലയങ്ങൾ എന്നിവ പ്രവർത്തിക്കുന്നത് വിശാഖപട്ടണത്തും ഹൈക്കോടതി, മറ്റ് ജുഡീഷ്യൽ ഓഫീസുകൾ എന്നിവയുടെ പ്രവർത്തനം കർണൂലിലും ഭരണസിരാ കേന്ദ്രം അമരാവതിയിലും ആണ്. റിസർവ് ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റിലും വരുമാന റിപ്പോർട്ടിലും മറ്റും തുക രേഖപ്പെടുത്തുന്നതിന് ബില്യൺ എന്ന് ഉപയോഗിക്കുന്നത് നിർത്തി പകരം കോടി എന്ന് ഉപയോഗിക്കും. ഓസ്ട്രേലിയയിൽ നടക്കുന്ന മെയ്ഡൻ കപ്പ് ഷൂട്ടിങ്ങിൽ ഇന്ത്യയുടെ അപൂർവി ചന്ദേലയും ദിവ്യാഷ് സിംഗ് പവാറിനും 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ സ്വർണം ലഭിച്ചു. ചൈനയിൽ പടർന്നു പിടിക്കുന്ന ന്യൂമോണിയയ്ക്കു കാരണമായ പുതിയിനം കൊറോണ വൈറസിൻ്റെ പേരാണ് 2019 നോവൽ കൊറോണ വൈറസ്. ഇന്ത്യയുടെ അഭിമാന സംരംഭമായ ഗഗൻയാൻ ദൗത്യത്തിൽ ആദ്യം ബഹിരാകാശത്ത് എത്തുന്നത് സ്ത്രീ രൂപത്തിലുള്ള വ്യോമമിത്ര എന്ന റോബോട്ട് ആണ്. 3ാം ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കിരീടം നേടിയത് മഹാരാഷ്ട്ര ആണ്. കേരള നിയമസഭ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിനു വേണ്ടിയുള്ള സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് നിയമസഭ. ലോക കയ്യെഴുത്തു ദിനം ജനുവരി 23 ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ആദ്യ ഒപ്പിട്ട ജോൺ ഹാൻകോക്കിൻ്റെ ജന്മദിനമാണ് ജനുവരി 23. 2020 സമഗ്ര സംഭാവനയ്ക്കുള്ള ബാലസാഹിത്യ പുരസ്കാരം നേടിയത് PPK പൊതുവാൾ ആണ്. ടോയാംസ് പുരസ്കാരം നേടിയത് സുഗതകുമാരി ആണ്. 2020 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി ബ്രസീൽ പ്രസിഡന്റ് ജെയർ മെസ്സിയാസ് ബോൾസനാരോ ആണ്. 2020 പത്മശ്രീ അവാർഡ് ലഭിച്ച നോക്കുവിദ്യ പാവകളി കലാകാരി ആണ് മൂഴിക്കൽ പങ്കജാക്ഷി. 2020 7 മലയാളികൾക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചത്. പത്മഭൂഷൺ നേടിയ മലയാളികൾ ആണ് ആത്മീയാചാര്യൻ ആയ ശ്രീ M എന്ന് അറിയപ്പെടുന്ന M മുംതാസ് അലി, മരണാനന്തര ബഹുമതിയായി പത്മഭൂഷൺ ലഭിച്ച NR മാധവ മേനോൻ, അരുണാചലിലെ സാമൂഹ്യ പ്രവർത്തകൻ സത്യനാരായണൻ മുണ്ടയൂർ എന്നിവർ. പത്മശ്രീ നേടിയ മലയാളികൾ ആണ് MK കുഞ്ഞാൽ, KS മണിലാൽ, N ചന്ദ്രശേഖരൻ നായർ, മൂഴിക്കൽ പങ്കജാക്ഷി എന്നിവർ.
പത്മശ്രീ നേടിയ കായിക താരങ്ങൾ ആണ് ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമംഗമായ ക്രിക്കറ്റ് താരം സഖീർ ഖാൻ, മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ബെംബം ദേവി, ഇന്ത്യൻ ഹോക്കി ക്യാപ്റ്റൻ റാണി രാംപാൽ, ഷൂട്ടിങ്ങിൽ ലോകകപ്പിൽ 2 സ്വർണം നേടിയ ജിത്തു റായ് എന്നിവർ. ഈയിടെ ടെന്നീസിൽ നിന്നും വിരമിച്ച മുൻ ലോക 1-ാം നമ്പർ താരമാണ് കരോളിൻ വോസ്നിയാക്കി. രാജ്യത്തെ എല്ലാ വ്യവസായ സ്ഥാപനങ്ങളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി നിലവിൽ വരുന്ന ദേശീയ വ്യവസായ രജിസ്റ്റർ പദ്ധതി നടപ്പിലാക്കുന്നതിന് പിന്നിൽ കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം ആണ്. 2020 ജനുവരിയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച പ്രശസ്ത അമേരിക്കൻ ബാസ്കറ്റ്ബോൾ ഇതിഹാസം ആണ് കോബി ബ്രയ. 2020 VKN പുരസ്കാരം നേടിയത് സക്കറിയ ആണ്. ആദ്യകാല നടിയും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അഭിനയം പഠിച്ചിറങ്ങിയ ആദ്യ മലയാളി വനിതയുമായ ജമീല മാലിക് 2020 ജനുവരി 27 അന്തരിച്ചു. 2020 മികച്ച സ്പോക്കൺ വേർഡ് ആൽബത്തിനുള്ള ഗ്രാമി അവാർഡ് നേടിയത് മിഷേൽ ഒബാമ ആണ്. ബിക്കമിങ് എന്ന ഓഡിയോ ബുക്കിനാണ് അവാർഡ് ലഭിച്ചത്. 2020 ഗ്രാമി അവാർഡിൽ 5 പ്രധാന സംഗീത പുരസ്കാരങ്ങൾ നേടിയ അമേരിക്കക്കാരിയാണ് ബില്ലി ഐലിഷ്. മികച്ച ഗാനം, മികച്ച പുതുമുഖ സംഗീതജ്ഞ, മികച്ച ആൽബം, മികച്ച റെക്കോർഡ്, ആൽബം ഓഫ് ദി ഇയർ എന്നീ വിഭാഗങ്ങളിൽ ആണ് അവാർഡ് നേടിയത്. 1981 ക്രിസ്റ്റഫർ ക്രോസിന് ശേഷം ആദ്യമായി 4 അവാർഡുകളും ഒന്നിച്ചു നേടുന്ന സംഗീതജ്ഞയാണ് ബില്ലി ഐലിഷ്. മികച്ച ആൽബത്തിന് പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ബില്ലി ഐലിഷ് ആണ്. മികച്ച ആൽബമായി തിരഞ്ഞെടുത്തത് വെൻ വി ഓൾ ഫോർ അസ്ലീപ് വേർ ഡു വി ഗോ എന്ന ആൽബം ആണ്. ബാഡ് ഗൈ ആണ് മികച്ച ഗാനമായി തിരഞ്ഞെടുത്തത്. പ്രശസ്ത കഥകളി മദ്ദള കലാകാരൻ 2020 ജനുവരി 28 അന്തരിക്കുകയുണ്ടായി. ആരാണ് അദ്ദേഹം? മാവേലിക്കര വാരണാസി ഇല്ലത്ത് വാരണാസി വിഷ്ണു നമ്പൂതിരി. തൈറോയിഡ് അർബുദത്തിനുള്ള മരുന്ന് കണ്ടെത്തിയ മലയാളി ഗവേഷകൻ ആണ് ഡോക്ടർ സുരേഷ് കുമാർ. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിലെ ആദ്യ ഓവറിൽ ഹാട്രിക് നേടിയ മധ്യപ്രദേശുകാരൻ സ്പേസ് ബൗളർ ആണ് രവി യാദവ്. രാജ്യത്തെ 33ാമത്തെ വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത് ഹർഷവർദ്ധൻ ശൃംഗല ആണ്. അമേരിക്കയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി ചുമതലയേറ്റത് തരൺജിത് സിംഗ് സിന്ധു ആണ്. 2001 റിവർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന പുഴകൾ ആണ് ഭാരതപ്പുഴ, പെരിയാർ, ചാലിയാർ, പമ്പ, വാമനപുരം, ചന്ദ്രഗിരി, കരമന, മീനച്ചിൽ, കല്ലട എന്നിവ. 2 രൂപയ്ക്ക് 1 GB ഇൻ്റർനെറ്റ് ഡാറ്റ വാഗ്ദാനവുമായി എത്തിയ ബാംഗ്ലൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് വൈഫൈ ഡബ്ബ. ക്യാപ്റ്റൻ എന്ന നിലയിൽ 2020 ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യക്കാരൻ ആണ് വിരാട് കോഹ്ലി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഓപ്പണറായി 10,000 റൺസ് തികയ്ക്കുന്ന 4ാം ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് രോഹിത് ശർമ്മ ആണ്. ഖത്തറിലെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ഷെയ്ഖ് ഖാലിദ് ബിൻ ഖലീഫ ബിൻ അബ്ദുൾ അസീസ് അൽത്താനി ആണ്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയും വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായിരുന്ന എം കമലം ജനുവരി 30 അന്തരിച്ചു. വേൾഡ് ഗെയിംസിൽ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വനിതാ ഹോക്കി താരം ആണ് റാണി രാംപാൽ. അമേരിക്കയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട കോബി ബ്രയാൻ്റ് ഏത് കളിയിലെ ലോകപ്രശസ്ത താരം ആയിരുന്നു? ബാസ്കറ്റ്ബോൾ. 71ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പാവങ്ങൾക്ക് 10 രൂപയ്ക്ക് ഭക്ഷണം ലഭ്യമാക്കുന്ന ശിവഭോജൻ സ്കീം തുടങ്ങിയത് മഹാരാഷ്ട്ര സർക്കാർ ആണ്. കേന്ദ്ര സർക്കാർ ജനുവരി 27 ഒപ്പുവെച്ച ബോഡോ ഉടമ്പടി ഏത് സംസ്ഥാനത്തെ ബോഡോ തീവ്രവാദം അവസാനിപ്പിക്കുവാൻ ഉള്ളതാണ്? അസം. ദേശീയ സംവിധായക ദിനം ജനുവരി 25 ആണ്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എയർ ഇന്ത്യയുടെ 100% ഓഹരികൾ കേന്ദ്ര സർക്കാർ വിൽക്കാൻ തീരുമാനിച്ചു. വാട്സാപ്പിന് പകരം സർക്കാർ ജീവനക്കാർക്കിടയിൽ ആശയവിനിമയത്തിനായി കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്ന പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് ജിംസ്. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിൽ നടക്കുന്ന ഉന്നതതല ചർച്ചകളാണ് ഗംഗ വോൾഗ ഡയലോഗ് എന്ന് അറിയപ്പെടുന്നത്? ഇന്ത്യയും റഷ്യയും. ഏത് കലയിലെ മികവിനാണ് 2020 ചാൻവിലാൽ മിശ്രയ്ക്ക് പത്മവിഭൂഷൺ ലഭിച്ചത്? ഹിന്ദുസ്ഥാനി സംഗീതം.
സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിൻ്റെ 2020 നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ CV ചന്ദ്രശേഖരന് ആണ്. 2020 ജനുവരിയിൽ ഇന്ത്യ വിലക്ക് ഏർപ്പെടുത്തിയ ഓസോണിന് ഭീഷണിയാകുന്ന രാസപദാർത്ഥമാണ് HCFC 141b. 2020 ജനുവരിയിൽ ടെന്നീസ് ഇൻ്റഗ്രിറ്റി യൂണിറ്റ് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തിയ ബ്രസീലിയൻ ടെന്നീസ് താരം ആണ് ജോവോ സൂസ. 2020 ജനുവരിയിൽ വികെഎൻ സ്മാരക സമിതിയുടെ വികെഎൻ പുരസ്കാരത്തിന് അർഹനായത് പോൾ സക്കറിയ ആണ്. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ ഫാബ് ലാബ് നിലവിൽ വന്ന സംസ്ഥാനം ആണ് കേരളം.